എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. കണ്ടോ, ഞാൻ ഒരുപാട് വചനങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കറിയാത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു സ്ഥലത്തും ഒരു വചനത്തിൻ്റെ മുൻപിലും പിമ്പിലും ഇങ്ങനെ ഒരു സല്യൂട്ടേഷൻ ഇല്ല. കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. സാധാരണ വചനം കഴിഞ്ഞിട്ട് പറയും കർത്താവാണ് അരുളിച്ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യം പറയും. ഇവിടെ പറയാണ് കർത്താവാണ് അരുളിച്ചെയ്യുന്നതെന്ന് ആരംഭത്തിലും പറയുന്നു, അത് കഴിഞ്ഞിട്ട് പറയാണ് കർത്താവാണ് അരുളിച്ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് 100% നടക്കും എന്ന് ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ളതാണ്. എന്താണ് അവിടെ പറയുന്നത്? നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിവേശിപ്പിച്ച വചനങ്ങളും. അപ്പൊ നമ്മൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ജ്ഞാന ചൈതന്യം, നിന്റെ മേൽ ഞാൻ നിവേശിപ്പിച്ച എൻ്റെ ആത്മാവ്. എന്താണ് എൻ്റെ ആത്മാവ്? ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, വെളിപാടിൻ്റെ ആത്മാവ്, ബുദ്ധിയുടെ ആത്മാവ്, ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിറഞ്ഞാൽ അത് ഇനി നിന്നിൽ നിന്നോ നിന്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ പുറത്തു പോകില്ല എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ സ്വീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് രണ്ട് ഉദാഹരണം പെട്ടെന്ന് പറയും. ഒരു അപ്പനും അമ്മയും ഭയങ്കര വിഷമിച്ച ഒരു കാര്യത. അവരുടെ മകള് പറയാണ്, അവളെ വലിയ കഷ്ടപ്പെട്ടൊക്കെ പഠിപ്പിച്ച അവൾ ഡോക്ടറായിരിക്കണം. അവളിപ്പോൾ വന്ന് പറയാണ്, ഞാൻ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് മുസ്ലിം ആകാൻ പോവുകയാണ്. ഇവരാകെ തളർന്നുപോയി. ഇവർ ഒരാഴ്ചയായിട്ട് വീട്ടിൽ വെപ്പും കുടിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരങ്ങനെ ഒരു ധ്യാനത്തിൽ ഇതിനുവേണ്ടി വന്ന് തോമസ് പോളുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ അവൾ പറയണതോ അവളുടെ വിചാരങ്ങളൊന്നും അല്ല നോക്കേണ്ടത്. ഇതിൻ്റെ മധ്യത്തിലൊരു ദൈവമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ടോ? അവളുടെ ഉള്ളിലുണ്ടോ? അവൾ ആരാ? അവൾ നമ്മുടെ ബ്ലഡാണ്. അവളാരാ? അവൾ നമ്മളുടെ ബ്ലഡാണ്. എങ്കിൽ നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുക. ഏഷ്യ 59:21 എന്താണ് അതിൽ പറയുന്നത്? എൻ്റെ മേൽ ഉള്ള ആത്മാവും എനിക്ക് നൽകിയ വചനവും എന്നിൽ നിന്ന് അവളിലേക്ക് പ്രസരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് നിന്ന് എല്ലാ ദിവസവും ഈ ജ്ഞാനവചനം വായിച്ചിട്ട്, ദൈവമേ ഈ ജ്ഞാനം എന്നിൽ നിറയണേ, അങ്ങനെ അതെൻ്റെ മക്കളിൽ നിറയും. എന്തിനു പറയണു? 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറയണം, ബ്രദറെ അവൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ തീരുമാനിച്ചിരിക്കണേ? പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞു, കണ്ടോ, അപ്പോൾ അവളുടെ തീരുമാനത്തിൽ അവൾക്കിപ്പോൾ ഇളക്കം സംഭവിച്ചിരിക്കുന്നു. അവൾക്ക് സംശയമായി, അവളുടെ തീരുമാനം ശരിയല്ല എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. നിങ്ങൾ കണ്ടിന്യൂ, നിങ്ങൾ അവളോട് പറയൂ, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ദൈവഹിതമനുസരിച്ച് ഇത് ശരിയല്ല. നീ ദൈവത്തിൻ്റെ മകളാണ്, അതുകൊണ്ട് ദൈവം നിനക്ക് അതുപോലെ ഒരു മകനെ കല്യാണം കഴിപ്പിച്ചു തരും. അങ്ങനെ വീണ്ടും അവർ പ്രാർത്ഥിച്ച് വീണ്ടും 15 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ മമ്മിയും പപ്പയും പറയണ മാതിരി കല്യാണം കഴിക്കുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാ. ഇത് മാത്രമല്ല, നമ്മുടെ മക്കൾ ഇന്ന് വലിയ യൂണിവേഴ്സിറ്റിയിലായിരിക്കും പഠിക്കുന്നത്, വലിയ ഹോസ്റ്റലുകളിലായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ആത്മാവിൽ ജ്ഞാനം ഒഴുകേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല, മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നാണ്. ഇത് നിങ്ങളൊന്ന് ഇപ്പം തന്നെ ഒന്ന് മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എല്ലാവരും, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നൽകുന്ന ജ്ഞാനം എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് ഒഴുകണമേ. എന്നിൽ നിറയുന്ന ജ്ഞാനം, എന്നിൽ നിറയുന്ന വചനം എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് ഒഴുകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വിശ്വസിച്ചാൽ മതി അത്. എന്നിട്ട് ആ വിശ്വാസത്തിലൂടെ നമ്മൾ സമയമെടുത്ത് നമ്മളിൽ ജ്ഞാനവും നമ്മളിൽ വചനവും നിറയാൻ വേണ്ടി വെളുപ്പാങ്കാലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1 മാസം കൊണ്ട് നിങ്ങൾ അത്ഭുതകരമായിട്ട് കാണാം. ചിലവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. 1 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് അവളുടെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എൻ്റെ അകത്ത് എന്തോ ചെയ്യാനുണ്ടല്ലോ. അവൾ പറയാണ്. അപ്പോൾ ഈ പെണ്ണെന്നിട്ട് എന്നെ വിളിച്ച് അമ്മച്ചി വിളിച്ചു, എൻ്റെ ബ്രദറെ സംഭവം ഭയങ്കരമായിട്ടുണ്ട്. അവളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, മമ്മി എൻ്റെ അകത്ത് എന്തോ ചെയ്യണമായിരിക്കും. ഇപ്പം എനിക്ക് തോന്നാണ് മമ്മിയുടെ കൂടെ പള്ളിയിൽ വരാനും മമ്മി ചെയ്യണതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ എനിക്ക് തോന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാ കിടന്നിട്ട് ഈ വിഷമിക്കേണ്ടത്? ഇതാണ് പുതിയ നിയമം. നമ്മൾ ആരുടെയും പുറകെ വടിയും എടുത്തുകൊണ്ട് ബഹളം ഉണ്ടാക്കി നടക്കണ്ട. നമ്മൾ അവരുടെ അന്തരാത്മാവിലേക്ക് ടോർപിഡോ കയറ്റുന്ന തരത്തിലുള്ള നമ്മൾ അവരുടെ അന്തരാത്മാവിൽ ചെന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ? നമ്മൾ അവരോട് മിണ്ടണ്ട, നമ്മൾ പരിശുദ്ധാത്മാവിനോട് മിണ്ട്. പരിശുദ്ധാത്മാവേ, നീ എന്നിലുണ്ടല്ലോ, നീ അവളിലുണ്ടല്ലോ, നിനക്കറിയാം അവളുടെ ഉള്ളിലെ കുറവെന്താണെന്ന്. ഞാൻ വിശ്വസിക്കുന്നു എന്നിലേക്ക് നൽകുന്ന ജ്ഞാനം അവളിലേക്ക് ഒഴുക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയണോ? ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സംഭവം എല്ലാം മാറിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ നിർത്തി വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പൂർണ്ണ ഭക്തിയോടെ ഈ ജ്ഞാനത്തിന് വേണ്ടി തന്നെ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവിക രഹസ്യങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ദാഹിക്കുക. ആമേൻ.